CPM ആവേശത്തോടെ നടത്തിയ പരീക്ഷണമായിരുന്നു രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ. വേണ്ടായിരുന്നു അല്ലേ? ആന പിടിച്ചാ കിട്ടൂ. അതിൽ ഞാൻ ഇന്ന് ഖേദിക്കുന്നു. മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട ആര്യ രാജേന്ദ്രൻ എസ് എന്ന ഞാൻ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. എന്തൊക്കെയാണ് ഇവിടെ കാണിച്ചത്? 5 വർഷത്തെ മേയർ ഭരണത്തിന് ശേഷം ആര്യയ്ക്ക് കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകിയില്ല. വിഷമിക്കണ്ടോ, താൻ ചെറുപ്പമല്ലേ, ഇനി അവസരമുണ്ട് ഒരുപാട്. അന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരിഗണിക്കുമെന്ന്. ജനങ്ങൾ മടുത്തിട്ടുണ്ടാവും. വേറെ ഏതെങ്കിലും ഒരു മണ്ഡലം. ആര്യയുടെ ഭരണത്തോടെ ചരിത്രത്തിലാദ്യമായി തിരുവനന്തപുരം കോർപ്പറേഷനിൽ കാവിക്കൊടി പാറിയതോടെ ഇങ്ങനെ ഒരു വിധി എഴുത്തുണ്ടാകുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ലോ. നിയമസഭയിലേക്ക് പേര് പോലും പരിഗണിച്ചില്ല. ഇനിയിപ്പോ നീ പെട്ടെന്ന് തിരിച്ചു വന്നിട്ട് ഇവിടെ ഒന്നും ചെയ്യാനില്ല. അങ്ങനെ ഒതുങ്ങിപ്പോയ മുൻമേയറെ ഇന്നലെ പൂജപ്പുരയിലെ പൊതുയോഗ മൈതാനത്ത് കണ്ടു. സ്ഥാനാർത്ഥി വരും മുമ്പേ സ്ഥലത്തെത്തി. ഞാൻ വൈകിയോ? താൻ ശകുനപ്പുഴ പോലെ മുന്നിൽ നിൽക്കാതെ ഒന്ന് മാറി നിൽക്കണോ? ഉദ്ഘാടകൻ വന്നപ്പോഴേക്കും കാഴ്ചക്കാരിയായി മൈതാനത്തെ ഒരു കോണിലേക്ക് മാറി. കുര്യാക്കോസ് പറയാ, കണ്ട ഏഭിമാരെ ഒന്ന് സ്റ്റേജിൽ ഇരുത്താൻ പറ്റിയായിരുന്നു. മുന്നണിയിലെ പ്രധാന നേതാക്കളൊക്കെ വേദിയിലെത്തി. വിളിച്ചില്ല, വിളിക്കാതെ ചെന്ന തല്ലെന്നും പറഞ്ഞു. CPM ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ മുൻമേയർ അപ്പോഴും കസേരയിൽ പോലും ഇരിക്കാതെ ഒരു മൂലയിൽ തന്നെ. എല്ലാവരും കൂടി എന്നെ കുന്തം പിടിപ്പിച്ച് പറഞ്ഞാക്കി. ചിലർ വന്ന് സൗഹൃദം പങ്കുവെച്ചു. MA ബേബിയുടെ പ്രസംഗം 1.5 മണിക്കൂറും പിന്നിട്ട് തുടർന്നതോടെ നേരം ഇരുട്ടി തുടങ്ങി. മടുക്കാതെ മുൻമേയർ അവിടെ തന്നെ നിന്നു. എന്നാൽ ഇവനെ സമ്മതിക്കണം, ഉരുക്കുപോലെ നിന്നുകള. ഒടുവിൽ പ്രസംഗം കഴിഞ്ഞു. എല്ലാവരും ചേർന്ന് നിയമം പ്രകടന പത്രിക പുറത്തിറക്കി. അങ്ങനെ അത് തീർന്നു കിട്ടി. അതും കാഴ്ചക്കാരിയായി നിന്ന് കണ്ട മുൻമേയർ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാം അറിയാമായിരുന്നു. ഇനി എന്നെ ഇവിടെ ആവശ്യമില്ല. MA ബേബിയും ശിവൻകുട്ടിയും ഉൾപ്പെടെയുള്ള നേതാക്കൾ സ്റ്റേജിൽ നിന്ന് ഇറങ്ങും മുമ്പ് തന്നെ തിരികെ നടന്നു. എന്തായി തീരുമെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ വയ്യ. പാവം, അയാൾ കരഞ്ഞുകൊണ്ടാ പോകുന്നത്. അവൻ കരയണം, എന്നാലേ അവനൊക്കെ പഠിക്കൂ. മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ